ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വൻപയറും മത്തനും കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വൻപയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടാവും, അത് അരിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. 4 വിസിലിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിക്ക് പകരം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വയ്ക്കാം. മത്തൻ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ ജീരകവും 4 അല്ലി ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. 2 വിസിലിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ മത്തനും പയറും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മത്തൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി താളിക്കാനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ, നമ്മുടെ നാടൻ കറിയല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയിൽ ഈ വറുത്ത തേങ്ങ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള വൻപയറും മത്തനും കൊണ്ടുള്ള കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.